നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. רואים את העשן שם מעל נמל חיפה? משהו בוער שם. וואי, טילי פרסוני! אלוהים! כל המפרץ פיצוץ אחד גדול! תסגרי את החלון מהר! പശ്ചിമേഷ്യ അശാന്തം. ആക്രമണം കടുപ്പിച്ച് ഇറാൻ, തിരിച്ചടിച്ച് ഇസ്രായേൽ. യുദ്ധത്തിൽ മരണം 1700 കടന്നു. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. ജി സുധാകരൻ CPIM വിടുന്നു. പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. FB കുറിപ്പിൽ MV ഗോവിന്ദന് രൂക്ഷ വിമർശനം. LDF സീറ്റ് വിഭജനം വൈകും. നിർണായക നീക്കവുമായി നിതീഷ് കുമാർ. തട്ടകം രാജ്യസഭയിലേക്ക് മാറ്റുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കും. മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ നീക്കം. ആതുര സേവന മേഖലയിലെ മാലാഖമാർ വീണ്ടും സമരവഴിയിൽ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് നഴ്സുമാരുടെ മാർച്ച്. അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യം. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. ആക്രമണം ഞായറാഴ്ച. ദൃശ്യങ്ങൾ ന്യൂസ് 18. T20 ലോകകപ്പ് സെമി പോരാട്ടങ്ങളിലേക്ക്. ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. മത്സരം ഈഡൻ ഗാർഡൻസിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം നാളെ. അശാന്തം പശ്ചിമേഷ്യ. US-നും ഇസ്രായേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ച ഇറാൻ 17ാം ഘട്ട വ്യോമാക്രമണം ആരംഭിച്ചതായി IRGC. 40 മിസൈലുകൾ പുതുതായി വിക്ഷേപിച്ചതായും റിപ്പോർട്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രി ആരംഭിക്കും. അതേസമയം പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം കുടുംബത്തോടൊപ്പം രാജ്യം വിടാൻ US നിർദ്ദേശം നൽകി. കറാച്ചിയിലും ലാഹോറിലുമുള്ള കോൺസുലേറ്റുകളിൽ ഇനി അടിയന്തര സേവനങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും അറിയിച്ചു. വിവരങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, യുദ്ധം അവസാനിക്കുന്നില്ല, മറിച്ച് യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അഭിലാഷ്, യുദ്ധത്തിൻ്റെ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യം. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 1045 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാനിൽ മാത്രം എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ തെഹ്റാനിൽ ആശങ്ക വർദ്ധിക്കുന്നൊരു സാഹചര്യം. അവിടെ നേരത്തെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ ചില ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ചില പരിപാടികൾ മാറ്റിവെച്ചതായുള്ള വിവരം പുറത്തുവരുന്നു. ഖത്തർ ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നു. 10 ഡ്രോൺ ആക്രമണങ്ങൾ ഖത്തർ തടഞ്ഞു. 2 ക്രൂയിസ് മിസൈലുകളും ഇറാൻ ഖത്തറിലേക്ക് വിക്ഷേപിച്ചു. അതും ഫലപ്രദമായി തടയാൻ കഴിഞ്ഞതായി ഖത്തർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. UAE വ്യക്തമാക്കുന്നത് 3 മിസൈലുകൾ, 121 ഡ്രോണുകളുടെ ആക്രമണമാണ് ഇന്ന് UAEക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അത് തടയാനൊക്കെ UAEക്ക് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. തുർക്കിയെ ഇറാനിയൻ മിസൈലുകൾ തടഞ്ഞതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാഖ്, സിറിയയിലൂടെ ഒക്കെ വന്ന ഈ ഇറാനിയൻ മിസൈലുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുർക്കിയെ നൽകുന്നു. ഏതായാലും നാറ്റോ എയർ ഡിഫൻസ് സംവിധാനം ഇറാഖിനും സിറിയയ്ക്കും മുകളിലുള്ള ഒരു ഇറാനിയൻ മിസൈൽ തടഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ലെബനൻ മന്ത്രി 65,000-ഓളം ആളുകളെ
ലെബനനിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒക്കെ അപ്പുറത്ത് ഏറ്റവും ആശങ്കകരമായിട്ടുള്ള മറ്റൊരു സാഹചര്യം ഉള്ളത് കടലിൽ 140 ആളുകളെ കാണാനില്ല എന്ന ഒരു വിവരം വരുന്നു. ഇറാനിയൻ ഒരു നാവിക കപ്പൽ മുങ്ങിയിരിക്കുന്നു. അതിൽ 140 ആളുകളെ കാണാനില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ഈ കപ്പൽ മുങ്ങിയിട്ടുള്ളത് എന്ന വിവരങ്ങൾ വരുന്നു. കപ്പലിൽ 182 പേരുണ്ടായിരുന്നു. അതിൽ 32 പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രീലങ്കൻ നേവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ആശങ്കയിലാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. അത് വലിയ ആശങ്ക പരത്തുകയാണ്. ഏതായാലും വിദേശ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കപ്പൽ മുങ്ങാൻ, ഇറാനിയൻ നേവി ഷിപ്പ് മുങ്ങാനുള്ള കാരണം എന്ത് എന്നതിനെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും കപ്പൽ ഇപ്പോൾ സമുദ്രതലത്തിൽ കാണാനില്ല, അപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായി 140 ആളുകളെ കാണാനില്ല എന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. ഒപ്പം ഈ അയത്തുള്ള അൽ ഖംനഈയുടെ മരണാനന്തര ചടങ്ങുകൾ ചിലത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാന കാര്യം, ഇനി ഇറാൻ്റെ സ്ഥിരം പരമോന്നത നേതാവിൻ്റെ തെരഞ്ഞെടുപ്പുകൾ ആണ്. ഈ ഏതായാലും മുസ്തഫ ഖംനഈ ഈ ആക്രമണങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മുസ്തഫ അൽ ഖമേനിയാണോ ഇനി അടുത്ത പരമോന്നത നേതാവ്? ആ ചോദ്യം അങ്ങനെ അവിടെ ഉയരുകയാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അടിയന്തര സാഹചര്യം അവിടെ പരിശോധിക്കുന്നു. സ്ഥിരം പരമോന്നത നേതാവ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നാറ്റോ സഖ്യസേന ഇവിടെ ഇറാനിയൻ മിസൈലുകൾ തടയുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നാറ്റോ എയർ ഡിഫൻസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത്. ടർക്കിഷ് എയർ സ്പേസിലൂടെ നീങ്ങുന്ന ഒരു ഇറാനിയൻ മിസൈലാണ് അവിടെ തടഞ്ഞിട്ടുള്ളത് എന്ന് നാറ്റോ വ്യക്തമാക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പം മാത്രമല്ല, ഈ സൈപ്രസിൽ നിന്ന് ചില ആശങ്കകൾ പുറത്തു വരുന്നു. തെഹ്റാനിൽ ആക്രമണം തുടരുകയാണ്. തകർന്ന കെട്ടിടങ്ങളുടെയും അതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരുടെയും ദൃശ്യങ്ങൾ തെഹ്റാനിൽ നിന്ന് വരുന്നു. വടക്കൻ ലെബനനിൽ അവിടെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നു. IDF അവിടെ വടക്കൻ ലെബനനിൽ ലിത്താനി നദിക്ക് സമീപത്ത് ആക്രമണം നടത്തിയതായി പറയുന്നു. അത് ഹെസ്ബുള്ളയുടെ താവളമാണ് എന്നതുകൊണ്ടാണ് ഈ ലിത്താനിയൻ നദിക്ക് സമാനമായ സമീപത്തുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ നദിയുടെ വടക്കൻ മേഖലകളിൽ ആക്രമണം നടത്തിയത് എന്ന് ഹെസ്ബുള്ള വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും സംഘർഷം സാധ്യതകൾ തുടരുകയാണ്. ഇതിൽ എങ്ങനെ ഇത് പര്യവസാനിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എവിടെയും നടക്കുന്നില്ല. ട്രംപ് ഇനി ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യം. ആക്രമണം തുടരുന്നു. ലോകം ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ മനു, ഈ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നു എന്നത് മാത്രവുമല്ല, ലോക വിപണികൾ വലിയ ഭയപ്പാടിൽ ആണ്. ലോകത്താകമനം സാമ്പത്തികമായി വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നു. അതിനിടെ നമുക്കറിയാമല്ലോ, ഈ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം സമുദ്ര കേന്ദ്രീകൃതമാകുന്ന സാഹചര്യം, നിരവധി കപ്പലുകളെ ലക്ഷ്യം വെക്കുന്ന സാഹചര്യം, അതിൽ തന്നെ ചരക്ക് കപ്പലുകൾക്ക് ഇപ്പോൾ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഇറാൻ നാവികസേനയുടെ IRS ഡന എന്ന യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തുള്ള ഗാലെ തീരത്തിന് സമീപം ആണ് ഈ ആക്രമണം എന്നും പറയുന്നു. ആ കപ്പൽ ഏതാണ്ട് പൂർണ്ണമായി മുങ്ങി എന്നും 180 നാവികരും 101 പേരെയും കാണാനില്ല എന്ന തരത്തിലൊക്കെയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം ഈ സമുദ്രമേഖലയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് എത്രത്തോളം വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് മനു? അഭിലാഷ്, ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. ലണ്ടനിൽ FTSE 100 ഇൻഡെക്സ് 0.65% താഴേക്ക് വീഴുന്നു. ജർമ്മനിയിലെ, ഫ്രാൻസിലെ, ഏഷ്യൻ ഷെയർ മാർക്കറ്റുകൾ എല്ലാം മൂന്നാം ദിവസവും തുടർച്ചയായി താഴേക്ക് പതിക്കുന്നു. സൗത്ത് കൊറിയയിൽ, തായ്ലാൻഡിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒരു
ഒരു താൽക്കാലികമായ നിർത്തിവെക്കലിലേക്ക് വരേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വീഴ്ച അവിടെ ഏതാണ്ട് 8% എത്തിയപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ നമ്മൾ ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ പാനിക് സെല്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ഇടപെടൽ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. സൗത്ത് കൊറിയയിലും തായ്ലാൻഡിലും എണ്ണവില ഇപ്പോഴും 1% വർദ്ധിച്ചു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുന്നത് $83.53 ആണ് ഒരു ബാരലിന് വില. സൗദി മിനിസ്ട്രിയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല അവിടെ ഡ്രോൺ അറ്റാക്ക് വരുന്നതിനെ സംബന്ധിച്ച് സൗദി മിനിസ്ട്രി വിവരങ്ങൾ നൽകുന്നു. ബ്രെന്റ് ക്രൂഡ് പ്രൈസ് 15% മാറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ. മൊത്തം ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 15% മാറ്റമാണ് വന്നിട്ടുള്ളത്. ഗ്യാസ് വിലകൾ നേരത്തെ തന്നെ ഉയർന്നു തുടങ്ങിയിരുന്നു. അത് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് ശേഷം അത് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ സ്റ്റേറ്റ് റൺ ഖത്തർ എനർജി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഖത്തറിൻ്റെ LNG വന്നത് ഈ കേന്ദ്രം എന്നത് ലോകത്തെ തന്നെ ഏറ്റവും അധികം LNG ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഗ്യാസ് 127 പെർ മിഡ് ഡേ ആയി ഉയരുന്നു. അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടുകൂടി ലോകത്തിൻ്റെ 1/5 എണ്ണ ഗ്യാസ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതിൻ്റെ വിവരങ്ങൾ വരുന്നു. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെൻറ്ററും അവരുടെ കപ്പലുകൾ ഇങ്ങനെ തടസ്സപ്പെടുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അജ്ഞാതമായ ആക്രമണങ്ങൾ കപ്പലുകളിലേക്ക് വരുന്നതിൻ്റെ വിവരങ്ങൾ ഒക്കെ അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മൊത്തത്തിലുള്ള വിപണി നേരിടുന്ന വലിയ സാങ്കേതികമായ പ്രശ്നം. വിപണി വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു. പലയിടങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിൻ്റെ സാധ്യതകൾ നമുക്ക് കാണാനും കഴിയും. അതേസമയം അഭിലാഷ് നേരത്തെ ചോദിച്ച ഈ ഇറാനിയൻ നാവിക കപ്പലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം അവിടുന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 140 പേർ അവിടുന്ന് അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. 180ഓളം ആളുകളുമായി സഞ്ചരിച്ച കപ്പലാണ് മുങ്ങിയത്. കപ്പലിൻ്റെ ഒരു ഭാഗവും കടലിൻ്റെ മേൽത്തട്ടിലില്ല, പൂർണ്ണമായും മുങ്ങി എന്ന വിവരങ്ങൾ വരുന്നു. 32 പേരെ മാത്രം സുരക്ഷിതരായി രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ശ്രീലങ്കൻ നാവികസേനയ്ക്ക് നൽകാൻ കഴിയുന്നത്. അപ്പോൾ ഈ കപ്പൽ ഏത് തരത്തിൽ എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി കൂടുതൽ വരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് 101 പേരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് ലഭിച്ചതെങ്കിൽ അത് 180 എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. 180ഓളം, അതിൽ 32 പേരാണ് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 78ഓളം ആളുകൾ പരിക്കേറ്റതായ ഉള്ള വിവരങ്ങൾ ഈ രക്ഷപ്പെടുത്തിയ ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ആശങ്ക കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പടർത്തിക്കൊണ്ടാണ് ആക്രമണങ്ങൾ തുടരുന്നത് എന്ന ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. അതോടൊപ്പം സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്രമണം അവിടെ കേന്ദ്രങ്ങളിലേക്ക്, US കേന്ദ്രങ്ങളിലേക്ക് ഉണ്ട്. അതേസമയം പല വിമാന സർവീസുകളും പുനരാരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ശക്തമായി നടക്കുകയും ചെയ്യുന്നു. ഭാഗികമായെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കാത്ത പക്ഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ആഗോള അനിശ്ചിതത്വത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതുകൊണ്ട് ഈ സാഹചര്യം എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഈ വ്യോമയാന കമ്പനികളിൽ നടക്കുന്നു. സൗദിയിൽ ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ ഒരു അറ്റാക്ക് നടന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. റാസ് തനൂറ ഓയിൽ റിഫൈനറിയിലാണ് അറ്റാക്ക് നടന്നത്. ഇത് ഇത്തരം ആക്രമണങ്ങൾ എണ്ണ ഉൽപ്പാദനത്തെ വളരെ രൂക്ഷമായി ബാധിക്കും എന്നതാണ് സാറ്റലൈറ്റ് ഇമേജുകൾ
വ്യക്തമാക്കുന്നത് വളരെ രൂക്ഷമായ വളരെ വിസ്തൃതമായ മേഖലയിലേക്കാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ്. തെഹ്റാൻ പുകയുന്നു. തെഹ്റാനിൽ തുടരെ ആക്രമണങ്ങൾ നടക്കുന്നു. ഏറ്റവും ആശങ്കാജനകമായത് ഈ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം അത് ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷന് വഴിവെക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. നത്താൻസ് കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ആക്രമണം നടന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആണവ ചോർച്ചയില്ല എന്നത് തൽക്കാലം ഒരു ആശ്വാസം പകരുമ്പോഴും തുടർ യുദ്ധമുണ്ടായാൽ ഇത് എങ്ങനെ ഉണ്ടാകും എന്നത്, എന്ത് നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഏതായാലും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി ഡൊണാൾഡ് ട്രംപിനെയാണ് ഇതിൽ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത്. ഒരു അനുരഞ്ജന ചർച്ചകൾക്ക് വരുന്നതിന് പകരം ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായ ബോംബിങ്ങിലാണ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായ ബോംബിങ്ങിന് തയ്യാറാകുന്നു എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി വ്യക്തമാക്കുന്നു. ന്യൂക്ലിയർ നെഗോഷിയേഷൻ ചർച്ചകൾക്ക് നടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ ഈ അനുരഞ്ജനത്തിലൂടെയും ചർച്ചകളിലൂടെയും ഈ പ്രശ്നപരിഹാരത്തിന് സാധ്യമാക്കാനുള്ള വഴികൾ ആരായണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അതിനായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഉള്ള പ്രതികരണം തന്നെയാണ്, സമയം കഴിഞ്ഞു എന്ന പ്രതികരണം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ ഇറാൻ തുടർച്ചയായി അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളെ വഞ്ചിച്ചു, അമേരിക്കക്കാരെ ട്രംപ് വഞ്ചിച്ചു തുടങ്ങിയ പ്രതികരണങ്ങൾ നടത്തി ലോകത്തെ അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന ആക്ഷേപവും മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടു ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഈ യുദ്ധം എവിടേക്ക് എന്ന സംശയം തന്നെയാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. അതിനിടെ വിമാനവാഹിനി അടക്കം ഇറാന്റെ 17 കപ്പലുകൾ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന അമേരിക്കയുടെ സൈനിക നടപടി കൂടുതൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. 50,000-ഓളം സൈനികരെയും 200 യുദ്ധവിമാനങ്ങളുമാണ് സൈനിക നടപടിക്കായി അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത് എന്നും അമേരിക്ക വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഇടപെടൽ ഇല്ലാതാക്കാൻ അമേരിക്ക മേഖലയിൽ നേവിയുടെ സേവനം കൂടുതൽ സുസജ്ജമാക്കുകയാണ്. First, I'd like to express my deepest condolences to the families and teammates of the extraordinary Americans who've been killed in action. And I'd also like to extend our prayers for a speedy recovery to the wounded. Yesterday, you heard from Secretary Hegseth and the Chairman of the Joint Chiefs. Today, I'd like to give you an operational update on where we are and provide you with some key facts. By order of the President of the United States and the Secretary of War, our military in the Middle East is undertaking an unprecedented operation to eliminate Iran's ability to threaten Americans as they've been doing for nearly half a century. Having spent more than 36 years in the military, I could not be prouder of America's sons and daughters in uniform who are answering the call. More than 50,000 troops, 200 fighters, 2 aircraft carriers, and bombers from the United States are participating in this operation, and more capability is on the way. These forces bring a massive amount of firepower, representing the largest buildup by the U.S. in the Middle East in a generation. In the opening hours of Operation Epic Fury, U.S. Central Command forces, together with Israel, delivered overwhelming and unprecedented strikes into Iran. അമേരിക്കയുടെ സൈനിക നടപടിയെ പരോക്ഷമായി വിമർശിച്ച ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംദാനി ഇറാനിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മംദാനിയുടെ വിമർശനം. ഇറാൻ ഭരണകൂടത്തിനെയും മംദാനി വിമർശിച്ചു. വിയോജിപ്പ് പ്രകടിപ്പിച്ച ആയിരക്കണക്കിന് പേരെ ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കിയെന്നും ന്യൂയോർക്ക് മേയർ വ്യക്തമാക്കി. I've said before that the Iranian government has engaged in systematic repression of its own people, even killing thousands of Iranians who were seeking to express the most basic forms of dissent earlier this year. It is a brutal government. And I've also said that while I may be a young mayor, I am old enough to remember the devastating consequences of our country pursuing a war with the intent of regime change in that very same region not that many years ago. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഭൂരിഭാഗം ലോകരാജ്യങ്ങളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രിട്ടനെ പോലെ ഒരു കൂട്ടർ US-നെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും ഇറാന് ഒപ്പമാണ് നിലകൊള്ളുന്നത്. എന്നാൽ
ഇന്ത്യ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ നിർണായക ശക്തികൾ ഏതൊക്കെ ചേരിയിലാണ് എന്ന് പരിശോധിക്കാം. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് നിർണായകം തന്നെയാണ്. കാര്യം ഈ യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി വന്നാൽ അത് എസ്കലേറ്റ് ചെയ്യാനും ഈ നിലപാടുകൾക്ക് പ്രത്യേകം ഒരു വലിയ സ്വാധീനം തന്നെ അതിന് വരുത്താൻ സാധിക്കും. ആദ്യം നമുക്ക് നമ്മുടെ ഇന്ത്യ എടുത്ത നിലപാട് വെച്ച് തന്നെ നോക്കാം. യുദ്ധത്തെ അപലപിക്കുന്നു എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള 3 കക്ഷികളെയും തള്ളിക്കളയുന്ന നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷം ചേരാത്ത സമീപനം, ആരുടെയും പക്ഷം ചേരാതെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ GCC രാജ്യങ്ങൾക്ക് ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും എല്ലാ GCC രാഷ്ട്രത്തലവന്മാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 48 മണിക്കൂറിനകം വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യ, അത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതായത് UAE-യിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ആ ആക്രമണത്തെ, UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ഇന്ത്യ നേരിട്ട് അപലപിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇറാനിൽ US-ഉം ഇസ്രായേലും നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണങ്ങളിൽ ഇന്ത്യ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പക്ഷാപാതപരമാണ്, ഇറാനെ തള്ളുന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് നയതന്ത്രപരമായി ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ളതെല്ലാം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളാണ്. ചൈനയുടെ നിലപാടെന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെയും US-ന്റെയും ആക്രമണങ്ങളെ അപലപിക്കുകയാണ് ചെയ്തത്. ഇറാന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും കൂടി ചൈന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിലൂടെ ഇറാന്റെ ആക്രമണങ്ങളെ അവർ ഒരു പരിധിവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ഒരു നിഷ്പക്ഷ നിലപാട് തന്നെയാണ് ബ്രിട്ടൻ സ്വീകരിക്കുന്നത്. പക്ഷേ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായിട്ടും ബ്രിട്ടൻ എതിരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ US-ന് UK-യുടെ സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിലുള്ള UK-യുടെ സൈനിക കേന്ദ്രത്തിൽ US അവരുടെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ചില സൈനികരെയും ഉൾപ്പെടെ അയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിൽ പിന്നീട് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം US ഉദ്യോഗസ്ഥരോട് സൈപ്രസ് വിടണമെന്ന് UK തന്നെ പിന്നീട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ സൈപ്രസ് ഉൾപ്പെടെ US-ന് ആക്രമണം US-ന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് UK സ്വീകരിച്ചു. അപ്പോൾ അവർ പൊതുവെ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിലും ഇറാന് എതിരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ പൂർണ്ണമായിട്ടും ഇറാന് പിന്തുണയാണ് നൽകുന്നത്. US-ന്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ നിർണായകമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതിനു മുൻപേ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇറാൻ്റെയും റഷ്യയുടെയും ഭാഗമായിട്ട് ഒരു സംയുക്ത സൈനികാഭ്യാസം എല്ലാം നടന്നിരുന്നു. അപ്പോൾ അന്ന് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. ഇറാനെ റഷ്യ സൈനികമായി സഹായിക്കുമോ, അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയും ഇടപെടുമോ എന്നുള്ളതെല്ലാം അന്നത്തെ വലിയ ആശങ്കകളായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ഇറാന് സൈനികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നില്ല എന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു രാജ്യമാണ് കാനഡ പൂർണ്ണമായിട്ടും ഇറാനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ US ഇസ്രായേലി ആക്രമണങ്ങളെ അവർ യാതൊരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഈ ആക്രമണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കാനഡ സ്വീകരിച്ചിട്ടുള്ളത്. കാനഡ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാടുകാരാണ് കാനഡ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനെതിരാണ്, പക്ഷേ ഇറാനെ ഈ നിലവിൽ ആക്രമിച്ച ഇത്തരം ഒരു അഗ്രഷൻ പ്രവൃത്തികൾ അത് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പങ്കാളിയായി US സംയുക്തമായി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുമെന്നാണ് ഇറാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇവർ ഒട്ടാകെ ഇറാനെതിരെ തിരിയുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അറേബ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നു എന്നുള്ള നിലപാടാണ്. US-മായി അവർ ഒരു സംയുക്ത പ്രസ്താവനയും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സംയുക്ത പ്രസ്താവനയിൽ ഇറാന്റെ
ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും അവർ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. അതേസമയം ഒമാൻ്റെ നടപടി നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണണം. കാര്യം ഒമാൻ ഇക്കാര്യത്തിൽ മറ്റ് GCC രാജ്യങ്ങൾക്കൊപ്പം ചേരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഒമാൻ ഒരു നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒമാനിൽ 2 ഇടങ്ങളിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ട് പോലും അവരിപ്പോഴും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. ഈ ഒരു ആക്രമണങ്ങൾ അത് നിർത്തണം എന്നുള്ള നിലപാട് തന്നെയാണ് ഒമാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒമാൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിൽ ഇറാനെ തള്ളിക്കളയുന്നു എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ ആക്രമണങ്ങളെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ അപലപിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്നാൽ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് പാകിസ്ഥാനുള്ളത്. അവർ ഇറാന്റെ ആക്രമണങ്ങളെ നിലവിൽ ന്യായീകരിച്ചിട്ടില്ല. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ചൈനയുടെ ഒരു നിലപാട് ഇവർ പിന്തുടർന്നിട്ടില്ല. പ്രശ്നങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നും കൂടി പാകിസ്ഥാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാനെ പോലെ പാകിസ്ഥാനും സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തത്, ഇതിൽ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ളത്. പക്ഷേ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫ്രാൻസ് ഒരു നിർണായകമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ്. അതായത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ ശക്തമായി ഫ്രാൻസ് എതിർക്കുന്നുണ്ട്. ഇപ്പോൾ UK-യുടേതുപോലെ ഒരു നിഷ്പക്ഷ നിലപാടല്ല ഫ്രാൻസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതായത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും എല്ലാ ആക്രമണങ്ങളെയും അവർ എതിർക്കുകയാണ്. പക്ഷേ ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവർ പിന്തുണയും നൽകുന്നുണ്ട്. കാര്യം ഗൾഫ് രാജ്യങ്ങളുമായി ഇവർ ഒരു സൈനിക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സൈനിക കരാർ പ്രകാരം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഫ്രാൻസ് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഫ്രാൻസ് അവരുടെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം മേഖലയിൽ വിന്യസിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ ഈ GCC രാജ്യങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനെതിരെ തിരിയുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ നിലവിലുള്ള സംഘർഷങ്ങളിൽ UN ഇടപെടണമെന്നാണ് ഫ്രാൻസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇതാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ലോകശക്തികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ ഓഹരി വിപണിയിൽ കനത്ത തകർച്ച. ബുധനാഴ്ച വ്യാപാരം ആരംഭിച്ച ഉടനെ തന്നെ സെൻസെക്സും നിഫ്റ്റിയും കനത്ത ഇടിവാണ് നേരിട്ടത്. സെൻസെക്സ് 1600 പോയിന്റിൽ ഏറെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള വിപണികളിലെ അനിശ്ചിതത്വവും ക്രൂഡ് ഓയിൽ വില ബാരലിന് $82 എത്തിയതുമാണ് വിപണിക്ക് തിരിച്ചടിയായത്. അടിസ്ഥാന സൗകര്യ വികസനം, ഓട്ടോമൊബൈൽ തുടങ്ങിയ വിഭാഗങ്ങളിലെ ഓഹരികളിൽ ആണ് കൂടുതൽ ഇടിവുണ്ടായത്. ഗൾഫ് മേഖലയിലെ സംഘർഷം തുടർന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് തിരുപ്പൂരിലെ തുണി കയറ്റുമതി മേഖല. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ കപ്പൽ വഴിയുള്ള കയറ്റുമതി ഏറെക്കുറെ നിലച്ച അവസ്ഥയിലാണ്. തുണിത്തരങ്ങൾ വിമാനത്തിൽ കയറ്റി അയക്കുന്നതിന് വൻ ചിലവാണ് വേണ്ടിവരിക. ആഫ്രിക്ക ചുറ്റിയുള്ള പാത തിരഞ്ഞെടുത്താൽ യാത്രാ സമയത്തിൽ 15 മുതൽ 20 ദിവസം വരെ അധികവും എടുക്കും. തിരുപ്പൂരിൽ ഗാർമെന്റ്സ് കമ്പനി നടത്തിയിരിക്കുകയാണ്. 20 വർഷമായി ഒരു കമ്പനി നടത്തിയിരിക്കുന്നത്. കൂടുതൽ ഞങ്ങൾ ഡൊമസ്റ്റിക്കും എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ കസ്റ്റമർ ഉള്ളത് ദുബായ്, ഖത്തർ, ബഹ്റൈൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് GCC. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു വാറ് ഇപ്പം നടക്കുന്ന വാറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഭയങ്കര പ്രശ്നത്തിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതായത് എൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ തിരുപ്പൂരിൽ ഒരുപാട് മലയാളികൾ, ഒരുപാട് പറഞ്ഞാൽ ഏകദേശം തിരുപ്പൂരിൽ 100,000 മേലെ മലയാളികളുണ്ട്. ഒരുപാട് മലയാളികൾ ഇപ്പം കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസാണ്. അപ്പോൾ ഇപ്പം ഒരുപാട് ആൾക്കാരുടെ സാധനങ്ങൾ അതായത് പോർട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ റംസാൻ സീസണിൽ അയച്ച സാധനങ്ങളെല്ലാം അത് അവർക്ക് ക്ലിയർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലെ എയർപോർട്ടിൽ തന്നെ ഇപ്പോൾ കിടക്കുന്നു, ചെന്നൈയിലും ബാംഗ്ലൂരും കൊച്ചിയിലായിട്ട്. കാരണം ഇപ്പോൾ ഫ്ലൈറ്റ് സർവീസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ കാർഗോ ഫ്ലൈറ്റ് ഒന്നും പോകുന്നില്ല. ഈവൻ ഇപ്പോൾ ഇവിടുത്തെ കൊറിയർ വരെ അയക്കാൻ പറ്റില്ല. ഫെഡെക്സ് ആയിക്കോട്ടെ, ആറാമസ് ആയിക്കോട്ടെ, എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പം ഞങ്ങൾക്ക് ഈ സീസണിൽ ഒരുപാട് ബിസിനസ് ഉള്ള ടൈമാണ്. അപ്പോൾ അതെല്ലാം ഇപ്പം ഞങ്ങൾക്ക് ആകെ പ്രശ്നത്തിലാണ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ അവിടെ ഇപ്പോൾ ലാസ്റ്റ് ആഴ്ച കൺസൈൻമെന്റിൽ തന്നെ അവിടെ ഇപ്പോൾ വാർ സർചാർജ് കൊണ്ട് ചാർജ് ഇട്ടിട്ടുണ്ട് അവർ. അതായത് ഇൻഷുറൻസ് വാറിൻ്റെ
അത് ഏകദേശം ഒരു $1500-2000 മേലെയാണ് വരുന്നത്. അതായത് ഇന്ത്യൻ മണി കണക്കൂട്ടാണെങ്കിൽ ഏകദേശം 2-3 ലക്ഷം റുപ്യയോളം അടുത്ത് വരും. അപ്പോൾ അതെല്ലാം ഇപ്പം ബയ്യേഴ്സിന് അവിടെയുള്ള അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറി ഓഫ് നൈറ എന്ന ചാനലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ചാരു എന്ന 3 വയസ്സുകാരി ഈ യുദ്ധകാലത്ത് ദുബായിലുള്ള അച്ഛൻ അനൂപിനെ കുറിച്ചുള്ള ആശങ്കയിൽ ആണ്. 2 ആഴ്ച മുമ്പാണ് അമ്മ നയനയ്ക്കൊപ്പം ചാരു ദുബായിൽ നിന്ന് നാട്ടിൽ എത്തിയത്. പ്രവാസികളുടെ നാട്ടിലുള്ള ബന്ധുക്കൾ പൊതുവായി പങ്കുവയ്ക്കുന്ന ആശങ്കയാണ് കുഞ്ഞു ചാരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. ചാരുവിൻ്റെ കണ്ണൂർ തളിപ്പറമ്പിലെ അച്ഛൻ വീട്ടിൽ നിന്ന് ന്യൂസ് 18 വീഡിയോ റിപ്പോർട്ടർ സുമേഷ് മുഴാറ തയ്യാറാക്കിയ വീഡിയോ റിപ്പോർട്ടിലേക്ക്. അച്ഛനൊക്കെ പൊട്ടിന് ഒച്ചത്തെ കേട്ടു. ഞാൻ എന്താ ചെയ്യുക? സേഫ് അല്ലേ? അച്ഛൻ അവിടെ ബോംബ് പൊട്ടുന്നുണ്ടാ? ഇപ്പൊ അവിടെ ഇപ്പൊ കാണിക്കുന്നുണ്ട് ടിവിയില്. ഇപ്പൊ ടിവിയില് കാണിക്കുന്നുണ്ട് ദുബായിലാണെന്ന് പറഞ്ഞ. ദുബായിലാണാ പറഞ്ഞ. അച്ഛനെ ഇപ്പൊ പേരുണ്ടാ? അച്ഛൻ അടുത്താഴ്ച വരുവാ. നമ്മൾ ദുബായിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ വന്നതിന് ശേഷമാണ് ഈ ഇഷ്യൂസ് എല്ലാം വരുന്നത്. യുദ്ധം അങ്ങനെയെല്ലാം ന്യൂസിൽ കണ്ടു. അപ്പം കുട്ടിയാണെങ്കിലും നമ്മളിവിടെ വീട്ടിൽ ന്യൂസ് വെച്ചപ്പം കാണുന്നുണ്ട് ഡെയിലി. പിന്നെ അപ്പോൾ ഒരു പേടി, മോൾക്കും എന്തെങ്കിലും പറ്റുമോ, അച്ഛൻ വരുമോ, അച്ഛൻ വിഷുവിന് വരുമോ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വിഷുവിന് വരാൻ പറ്റുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷനായി. പിന്നെ മോള് ഒരു ദിവസം വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബോംബ് പൊട്ടിയോ, അച്ഛ കാണുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു കൗതുകത്തിന് അത് വീഡിയോ എടുത്തിട്ട് നമ്മൾ യൂഷ്വലി പോസ്റ്റ് ചെയ്യലുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതേപോലെ അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. എന്റെ പേര് നൈറ. അച്ഛൻ ദുബായില്. അച്ഛൻ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ? ആ ഉണ്ട്. ബോംബ് പൊട്ടിയെന്ന് അറിഞ്ഞോ മോള്? ആ. അപ്പൊ എന്താ തോന്നി? കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അച്ഛൻ്റെ വിന്റേതൊക്കെ പൊട്ടുന്നുണ്ട്. വേഗം വരാൻ പറഞ്ഞു. പക്ഷെ ഫൈറ്റ് ഇല്ലാത്തോണ്ട് വരാൻ പറ്റുന്നില്ല. ഇടവേള. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്.
ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പരസ്യമായി ഉന്നയിച്ചും CPIM അംഗത്വം പുതുക്കിയില്ല എന്ന് വ്യക്തമാക്കിയും മുതിർന്ന നേതാവ് G. സുധാകരൻ. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കിയില്ലെന്ന വാർത്ത ഇന്ന് രാവിലെ 9 മണിക്ക് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഇത് വലിയ ചർച്ചയായതോടെയാണ് വാർത്ത സ്ഥിരീകരിച്ച് ഒപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറിനെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചും FB കുറിപ്പ് ഇട്ടത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ഉണ്ട്. ശരണ്യ, നമ്മൾ നേരത്തെ തന്നെ നൽകിയ വാർത്തയാണിത്. ഇപ്പോഴിതാ അതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം തന്നെ വരികയാണ്. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത് സ്ഥിരീകരിക്കുകയാണല്ലോ സുധാകരൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ചു നാളുകളായി ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറികൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായ CPMന്റെ സീനിയർ ആലപ്പുഴയിലെ തന്നെ സീനിയർ നേതാക്കളും സംസ്ഥാന തലത്തിൽ തന്നെ CPMന്റെ മുഖവുമായ G. സുധാകരനാണ് താൻ 63 വർഷക്കാലമായി പാർട്ടി താൻ സൂക്ഷിച്ചിരുന്ന പാർട്ടി അംഗത്വം എന്ന ലേബലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം തന്റെ ഇത്തവണത്തെ G. സുധാകരൻ ഇപ്പോൾ ഉള്ളത് ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് നിയന്ത്രണമുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിലാണുള്ളത്. അഭിഭാഷകരടങ്ങുന്ന ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ കഴിഞ്ഞ 1-നായിരുന്നു സ്കൂട്ടണി ഉണ്ടായിരുന്നത്. ആ മെമ്പർഷിപ്പ് സ്കൂട്ടണിയുടെ അപേക്ഷാ ഫോം പൂരിപ്പിച്ചു നൽകാനായി G. സുധാകരൻ തയ്യാറായില്ല എന്നുള്ളതാണ്. തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ടെത്തി G. സുധാകരനോട് G. സുധാകരന്റെ അനാരോഗ്യമാണെങ്കിൽ വീട്ടിലെത്തി അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലൊരു കടുത്ത അമർഷത്തിലേക്ക് G. സുധാകരനെ നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ 2 പ്രതികരണങ്ങളാണ്. ഒന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ G. സുധാകരൻ മത്സരിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ്, G. സുധാകരൻ ക്ലോസ്ഡ് ചാപ്റ്ററാണ് എന്ന് ആണ് ആ കമ്മിറ്റിയിൽ വെച്ച് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അതിനുശേഷം പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ G. സുധാകരനെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയും നൽകിയിരുന്നു. ഇത് സുധാകരനെ വലിയ തോതിൽ അതൃപ്തനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ 2 ടൈം വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട സുധാകരൻ പരിഗണിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കാം, ഈ ജില്ലയിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും താൻ വിജയിക്കുമെന്നും MA ബേബി അടക്കമുള്ള നേതാക്കന്മാരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ രീതിയിൽ മുതിർന്ന ഒരു നേതാക്കളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഫേസ്ബുക്കിലടക്കം അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പേരെടുത്ത് പറഞ്ഞാണ് ആ പരാമർശം ഉണ്ടായിട്ടുള്ളത്. അഭിലാഷ്, നമുക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലമായി G. സുധാകരനെതിരെ ഒരു സൈബർ പ്ലാറ്റ്ഫോമിൽ അടക്കം ആലപ്പുഴയിലെ പാർട്ടി കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം വളരെ രൂക്ഷമാണ്. അക്കാര്യങ്ങളടക്കം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ്. തന്റെ അച്ഛനെ അടക്കം പറഞ്ഞ് അധിക്ഷേപിക്കുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം അച്ഛനെ അടക്കം പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ പോലും പാർട്ടി നേതൃത്വം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. 43 വർഷക്കാലം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന താൻ ഇവിടെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പൊതുപരിപാടി പോലും തനിക്ക് തരാനായി CPM ജില്ലാ സെക്രട്ടറി R. നാസർ തയ്യാറായില്ല. താൻ എന്ത് ചെയ്യുന്നുവെന്ന് പോലും അവർ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് G. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിക്കുന്നത്. തൊട്ടടുത്ത അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം തന്റെ വീടിന്റെ തൊട്ടടുത്ത് ആഘോഷിച്ചിട്ട് പോലും ആ സമരത്തിൽ ഉണ്ടായിരുന്ന ആളായിട്ടും തന്നെ ക്ഷണിച്ചില്ല, ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിട്ടും തന്നെ ക്ഷണിച്ചില്ല എന്നടക്കമുള്ള വൈകാരികമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു കുറിപ്പാണ് ഈ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, പാർട്ടി അംഗത്തിൽ പുറത്തു നിൽക്കുന്നു എന്നുള്ള വിവരം അംഗീകരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. തീർച്ചയായും G. സുധാകരന് തുടരുന്ന അതൃപ്തി അത് തുടർച്ചയായി തന്നെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് പാർട്ടി അംഗത്വം അദ്ദേഹം പുതുക്കിയിട്ടില്ല എന്ന വാർത്തയും എക്സ്ക്ലൂസീവായി തന്നെ ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിനാണ് പിന്നീട് സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. G. സുധാകരനെ പ്രകോപിപ്പിച്ച MV ഗോവിന്ദന്റെ വാർത്താസമ്മേളനത്തിലെ പ്രതികരണം ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഇത്തരത്തിലായിരുന്നു സുധാകരൻ്റെ FBയിലെ പരാമർശം. ഇതിന് ആയുധമായ MV ഗോവിന്ദന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുകൂടി നമുക്കൊരിക്കൽ കൂടി കാണാം.
ഒരു പരിഗണനയില്ല. ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെക്കുറിച്ച് അറിയില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത് എന്നും ബേബി പറയുന്നു. ജി സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറായിട്ടില്ല, വലിയ അതൃപ്തിയിൽ അദ്ദേഹം എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയിരുന്നോ? നിങ്ങൾ പറഞ്ഞപ്പോൾ കേട്ട കാര്യം എനിക്കറിയുള്ളൂ. സുധാകരൻ അവഗണിക്കപ്പെട്ടോ എന്ന ചോദ്യം മറുപടി അർഹിക്കുന്നില്ല എന്നതായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൂടിയാലോചനയ്ക്ക് ശേഷമേ മറുപടി പറയാൻ പറ്റുകയുള്ളൂ എന്നും മന്ത്രി പ്രതികരിച്ചു. നല്ല പക്വതയും അനുഭവങ്ങളുമുള്ള നേതാവാണ് ജി സുധാകരൻ എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. സംസ്ഥാന സെക്രട്ടറി പരിഹസിച്ച് ചിരിച്ചു എന്ന് അദ്ദേഹം പറയും എന്നൊന്നും കരുതുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന ചോദ്യത്തിന് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറായ പാർട്ടിയാണ് CPIM എന്നും EP ജയരാജൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നാളെ ചേരുന്ന CPIM സംസ്ഥാന സമിതി അംഗീകാരം നൽകും. MM മണിക്ക് പകരം ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനെ മത്സരിപ്പിക്കാം എന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. പേരാവൂരിൽ KK ശൈലജയും ആറന്മുളയിൽ വീണ ജോർജും മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമളയെയും തലശ്ശേരിയിൽ കാരായി രാജനെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശ രൂപം നൽകിയത്. അത് ജില്ലാ ഘടകങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്ക് വിടുകയായിരുന്നു. പലയിടത്തും ജില്ലാ സെക്രട്ടേറിയറ്റുകൾ സംസ്ഥാന സെക്രട്ടറിയുടെ പട്ടികയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. എന്നാൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോഴും ആ പട്ടികയിൽ കാര്യമായ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. PK ശ്യാമള കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ച പേര് PK ശ്യാമളയുടേതാണ്. അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജീവിത പങ്കാളിയാണ്. അവരെ രണ്ട് ഘടകങ്ങളും സ്ഥാനാർത്ഥി നിശ്ചയിച്ചതിന് അവിടെ വലിയ എതിർപ്പ് പ്രാദേശികമായി ഉയർന്നു വരുന്നത്. സുകന്യയുടെ പേര് പരിഗണിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും ശ്യാമളയുടെ പേരിൽ ഉറച്ചു നിൽക്കുകയാണ്. തലശ്ശേരിയിൽ കാരായ രാജന്റെ സ്ഥാനാർത്ഥിനെതിരെയും പ്രാദേശിക എതിർപ്പുകളുണ്ട്. അവിടെ ഒന്നുകിൽ AN ഷംസിനെ വീണ്ടും മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ MV ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യമാണ് പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്നത്. പക്ഷേ ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി അത് അംഗീകരിച്ചിട്ടില്ല. MM മണിക്ക് സീറ്റ് വീണ്ടും നൽകണമെന്ന ആവശ്യമാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയുടെ താല്പര്യം അവിടെ സംസ്ഥാന സെക്രട്ടറി കൂടിയ KK ജയചന്ദ്രനെ മത്സരിപ്പിക്കാനാണ്. ഇന്നും സെക്രട്ടേറിയറ്റ് MM മണിയുടെ സ്ഥാനാർത്ഥിമെന്ന ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യം തള്ളുകയായിരുന്നു. വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അവർക്ക് സീറ്റ് നൽകരുത്, അവരെ മത്സരിപ്പിക്കുന്ന ആവശ്യം അവരുടെ കുടുംബത്തിൽ നിന്ന് പാർട്ടിക്ക് മുമ്പാകെ വന്നെങ്കിലും പാർട്ടി അത് തള്ളിക്കളയുകയാണ്. ആറന്മുളയിൽ തുടർച്ചയായ മൂന്നാം തവണയും വീണ ജോർജ് തന്നെ മത്സരിക്കും. KK ശൈലജയുടെ സ്ഥാനാർത്ഥം പേരാവൂരിൽ ഉറപ്പായിരിക്കുന്നു. ശൈലജയെ അവിടെ മത്സരിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റും അനുമതി നൽകിയിരിക്കുന്നു. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ തന്നെ മത്സരിക്കും. അവിടെ ആ സീറ്റ് കേരള കോൺഗ്രസ് M ചോദിച്ചതാണ്. പക്ഷേ മുന്നണി കൺവീനറുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയുന്ന നിലപാട് CPIM സ്വീകരിക്കുകയായിരുന്നു. ഏതായാലും നാളെ CPIM സംസ്ഥാന സമിതി ചേർന്ന് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സെക്രട്ടറി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അനുമതി നൽകും, അംഗീകാരം നൽകും. അതിനുശേഷം ജില്ലാ കമ്മിറ്റികളും അടുത്ത ദിവസം മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും. അവിടെ നിന്ന് കാര്യമായ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും സെക്രട്ടേറിയറ്റ് വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ സംസ്ഥാന സമിതി ചേർന്ന ശേഷം സംസ്ഥാന സെക്രട്ടറി ചേർന്ന ശേഷം അടുത്തയാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കാനുള്ള ആലോചനയും CPIMൽ നടക്കുന്നുണ്ട്. അതേസമയം ഇടതുമുന്നണി സീറ്റ് വിഭജനം വൈകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ മാസം 11-ന് കേരളത്തിലും 15-ന് അസമിലും പൊതുപരിപാടികൾ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് മുത്തുപോലത്തെ സ്ഥാനാർത്ഥികൾ വരുമെന്ന് EP ജയരാജൻ. സ്ഥാനാർത്ഥികൾക്കായി കാത്തിരിക്കുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ, നല്ല മുത്തുപോലത്തെ സ്ഥാനാർത്ഥികളായിരിക്കും എല്ലാം. തുടർച്ചയായി 3 തവണ ജയിച്ചവരെ മാറ്റി നിർത്തണമെന്ന സെക്രട്ടേറിയറ്റ് ശുപാർശയ്ക്ക് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകാരം നൽകി. 6 സിറ്റിംഗ് MLAമാർ ഇതുപ്രകാരം മാറി നിൽക്കേണ്ടതായി വരും. 2 ടൈം പിന്നിട്ടവർക്ക് ഇളവ് നൽകുന്നത് വിജയസാധ്യത പരിഗണിച്ച് മാത്രമായി മതി എന്നും എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. നാളെ ജില്ലാ കൗൺസിലുകളും പിന്നാലെ മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്തും. 8-ന് സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. പാണക്കാട് സന്ദർശിച്ച VS അച്യുതാനന്ദന്റെ മുൻ സന്തത സഹചാരി A സുരേഷ്
സുരേഷിന്റെ UDF-ലേക്കുള്ള മാറ്റം ജനം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹം ജനാധിപത്യ ചേരിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ നല്ല ചിന്താപരമായിട്ട് നല്ലൊരു മാറ്റങ്ങൾ, നല്ലൊരു സന്ദേശം ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് നൽകാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. സുരേഷിന് ഒരുപാട് കാലത്ത് പാരമ്പര്യമുണ്ടല്ലോ, ജനങ്ങൾക്ക് അത് ബോധ്യവുമാണ്. ആ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ ജനങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അനുഗ്രഹം തേടിയാണ് പാണക്കാട് എത്തിയത് എന്നും മലമ്പുഴയിൽ മത്സരിക്കുന്നതിൽ UDF തീരുമാനമെടുക്കുമെന്നും A. സുരേഷ് പ്രതികരിച്ചു. ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കുടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിൽ ഒന്ന് കയറണം, അനുഗ്രഹം വാങ്ങണം. ഇന്നാണത് സാധിച്ചത്. അത് TK ഫിറോസും അലിസാറും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചത്. എന്തായാലും ആ അനുഗ്രഹം കേരളത്തിലുള്ള ആളുകളുടെയും എന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഇവിടെ വരാനും തങ്ങളെ കാണാനും അദ്ദേഹത്തിൻ്റെയോട് അനുഗ്രഹം വാങ്ങാനും 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. 3 ദിവസം സംസ്ഥാനത്ത് തുടരും. വെള്ളി ശനി ദിവസങ്ങളിൽ ആകും ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ. 6-ന് രാഷ്ട്രീയ കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസും BJPയും CPIM-ഉം ഉൾപ്പെടെ 12 കക്ഷികളുമായി വെവ്വേറെയാണ് കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെയും ഉദ്യോഗസ്ഥരെയും കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടപടികളും അവലോകനം ചെയ്യും. ശനിയാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖെൽക്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചീഫ് സെക്രട്ടറിയും DGPയുമായും കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്തും. ബൂത്തുതല ഓഫീസർമാരെയും കാണുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇരു കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ പത്മകുമാർ ജയിൽ മോചിതനാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ A. പത്മകുമാറിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ കർശന ഉപാധികളോടെ ആയിരിക്കണം എന്നാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ച കോടതി കർശന ഉപാധികളോടെ തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അങ്ങനെ A. പത്മകുമാറിന് 2 കേസിലും ഇപ്പോൾ ജാമ്യം ലഭ്യമായി. ആദ്യം കട്ടളപ്പാളി കേസിലായിരുന്നു ജാമ്യം അനുവദിച്ചത്. തുടർന്ന് ദ്വാരപാലക ശില്പ കേസിലും 90 ദിവസം പിന്നിട്ടതോടുകൂടി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് മുൻപ് 7 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. 7 പ്രതികളിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യവും അനുവദിക്കുകയായിരുന്നു. ഇതിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. അതുപോലെ തന്നെ തന്ത്രിക്ക് തെളിവുകളുടെ അഭാവത്തിലായിരുന്നു തന്ത്രി അടക്കം 2 പേർക്ക് തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ജാമ്യവും അനുവദിച്ചത്. എന്തായാലും ദ്വാരപാലക ശില്പ കേസിൽ കൂടി A. പത്മകുമാറിന് ജാമ്യം അനുവദിച്ചത് കൂടി ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കേസിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. പങ്കജ് ഭണ്ഡാരിയും തന്റെ ആരോഗ്യ സ്ഥിതി വളരെ മോശമാണെന്നും തുടർ ചികിത്സ ലഭ്യമാകണമെന്നും ചെന്നൈയിൽ ചികിത്സ ലഭ്യമാകാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി അത് നാളെയാകും പരിഗണിക്കുക. കാരണം കഴിഞ്ഞ ദിവസമാണ് പങ്കജ് ഭണ്ഡാരി ഈ അപേക്ഷ സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രേഖകൾ ശേഖരിക്കാനായുള്ള താമസം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചതോടു കൂടിയാണ് 5-ാം തീയതിയിലേക്ക് ഈ കേസ് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തത്. എന്തായാലും കർശന ഉപാധികളോടെയാണ് A. പത്മകുമാറിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, സംസ്ഥാനം വിട്ടുപോകരുത്, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, മാധ്യമങ്ങളോട് വെളിപ്പെടുത്തരുത്, അങ്ങനെ തുടങ്ങിയ 11-ൽ പരം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും പത്മകുമാർ ഈ കേസിൽ പുറത്തിറങ്ങുന്നതോടുകൂടി കേസിൽ 8 പ്രതികളാണ് ഇതോടുകൂടി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. EDയുടെ കൊച്ചിയിലെ ഓഫീസിലായിരുന്നു തന്ത്രിയെ ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു നടപടി. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അടക്കമുള്ള വിഷയങ്ങൾ ആണ് ED അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്.
കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. നടൻ ജയറാം ഉൾപ്പെടെ കേസിലെ സാക്ഷികളായവരെയും കഴിഞ്ഞ ആഴ്ചകളിൽ ഇഡി വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്ത്രിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് തന്ത്രിക്ക് ഇഡി ചോദ്യം ചെയ്യലിനുള്ള സമൻസ് അയക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് തന്ത്രി കണ്ഠരര് രാജീവര് കടവന്ത്രയിലെ ഇഡി ഓഫീസിലെത്തിയത്. ബുധനാഴ്ച ഹാജരാകാനായിരുന്നു തന്ത്രിക്ക് ഇഡി നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഉച്ചവരെയും തന്ത്രി ഹാജരായിരുന്നില്ല. ഹാജരായേക്കില്ല എന്ന സൂചനകൾക്കിടെയായിരുന്നു തന്ത്രി ഇഡി ഓഫീസിൽ എത്തുന്നതും. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ അനുവദിക്കാവുന്നതാണെന്ന കുറിപ്പ് നൽകിയതും കണ്ഠരര് രാജീവരായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയത്. എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്ന് ഇതിന് വിമർശനവും നേരിടേണ്ടി വന്നു. കേസ് ഇഡി കൂടി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യും. ആകെ 28 പേരെയാണ് ഇഡി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇഡി ഇതുവരെയും സമൻസ് അയച്ചിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. അങ്കമാലി ശബരി റെയിൽവേ സ്ഥലം ഏറ്റെടുപ്പിന് ഭരണ അനുമതി. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട്, ആലുവ താലൂക്കുകളിലും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലും സ്ഥലം എടുപ്പ് പുനരാരംഭിക്കാനുള്ള ഭരണാനുമതിയാണ് നൽകിയത്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പ്രതിഷേധത്തിൽ. 1/3 നഴ്സുമാർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്ന് സേവനം ലഭിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുന്നതിൽ സർക്കാർ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ട യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അതിജീവനത്തിന് വേണ്ടിയുള്ള ധർമ്മസമരമാണ് നഴ്സുമാർ നടത്തുന്നത് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരെ റോഡിൽ ഇരുത്തിയവർ ആരായാലും അവർ ജനങ്ങൾക്ക് മറുപടി നൽകേണ്ടതായി വരും. 1333 രൂപ ഒരു ദിവസത്തെ കൂലിയാക്കണം എന്ന് പറയുന്നത് ന്യായമായ ആവശ്യമാണ് എന്ന് വേണുഗോപാൽ പറഞ്ഞു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെയും വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നഴ്സുമാർ അവരുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ വിഷയത്തെ സർക്കാർ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്ന ആവശ്യമായി ആഴ്ചകൾക്ക് മുമ്പാണ് തൃശൂരിൽ UNAയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സംഗമം നടന്നത്. അതിന് പിന്നാലെയാണ് വിഷയം സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരവുമായി എത്തിയത്. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ 100 കണക്കിന് നഴ്സുമാരാണ്, സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നായി സമരത്തിൽ പങ്കെടുത്തത്. അതിന്റെ സമാപനം എന്നോണമാണ് മാനവീയം വീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമാപന സമ്മേളനം നടന്നത്. ആ വേദിയിൽ വെച്ചാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വരുന്ന സർക്കാരിന് മുമ്പിലെ പ്രഥമ പരിഗണന കൊടുക്കുന്ന വിഷയമായി ഇത് മാറുമെന്ന്. അതോടൊപ്പം ഇടത് സർക്കാരിന്റെ ഭാഗമായുള്ള ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയും വേദിയിലെത്തി. അദ്ദേഹവും പറഞ്ഞത് ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് UNA സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം ലക്ഷ്യം കാണും. അതിൽ കൃത്യമായി സർക്കാർ തലത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമെന്ന് ജോസ് കെ മാണിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം UNAയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരുന്നു. അല്പസമയത്തിനകം സമര പ്രഖ്യാപനം കൂടി നടക്കും. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാനാണ് സാധ്യത. വിവരങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ വകുപ്പ് തല ചർച്ചകൾ ആരംഭിച്ച സർക്കാർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭ്യമാക്കാനുള്ള നീക്കത്തിന് ധനവകുപ്പ് അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം 17ാം ദിവസവും തുടരുകയാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് 13 ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സർക്കാർ അന്തിമ തീരുമാനം ഉടൻ തന്നെ എടുത്തില്ല എങ്കിൽ അധിക ചുമതലകളിൽ നിന്നും രാജി സമർപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകി എറണാകുളം വൈപ്പിൻ എടവനക്കാട് സ്വദേശിയായ ജസ്ലിയുടെ സംസ്കാരം നടന്നു. രാവിലെ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലും പൊതുദർശനം നടന്നു. ആയിരങ്ങളാണ് ജസ്ലിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ജസ്ലിയെ വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയ ഡോക്ടർ സിറിയക് P. ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ക്ഷേത്രോത്സവത്തിനിടെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കൊല്ലം മരുത്തടി ക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത്. പരിക്കേറ്റ വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തടികൊണ്ട് തലയ്ക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കുന്നത്തൂർ സ്വദേശി ഹരികൃഷ്ണനാണ് മർദ്ദനം ഏറ്റത്. മദ്യപ സംഘം പരിപാടിക്കിടെ ഹരികൃഷ്ണനുമായി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 15,080 രൂപ, പവൻ 1,20,640. 18 ക്യാരറ്റ് 12,455 രൂപ ഗ്രാമിന്, പവൻ 99,640. വെള്ളി ഗ്രാം 285, കിലോ 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.